ാണ് വെള്ളാർമല പുഞ്ചിരിമട്ടത്ത് ആദ്യ ഉരുൾപൊട്ടലുണ്ടായത്. പേര് പോലെ തന്നെ വളരെ സുന്ദരമായിരുന്നു പുഞ്ചിരിമട്ടം. പരന്നു കിടക്കുന്ന കാപ്പിത്തോട്ടവും കൊച്ചു കൊച്ചു വീടുകളും കടകളും ഒക്കെയായി മനോഹരമായ സ്ഥലം. കാലാവസ്ഥയുടെ കുളിരും തെന്നി നീങ്ങുന്ന ഇളം കാറ്റും നമ്മെ പോലെ തന്നെ ഒരുപാട് സ്വപ്നങ്ങളോടെ കിടന്നുറങ്ങുകയായിരുന്നു അവര്. പൊടുന്നനെയുള്ള പ്രകൃതിയുടെ രൂപമാറ്റം. മലയുടെ ഒരു ചെറിയ ഭാഗം വെള്ളത്തോടെ കുത്തിയൊലിക്കാൻ തുടങ്ങി. വഴിയിൽ നിന്ന് മരങ്ങളും കല്ലും മണ്ണും ഒപ്പം ഒലിച്ചു പോന്നു. വെള്ളാർമലയിലെ 60ഓളം വീടുകളിൽ വെള്ളം കയറി. വലിയ അപകടങ്ങളും സംഭവിച്ചു. അരമണിക്കൂറിനുള്ളിൽ തന്നെ വെള്ളം 5 കിലോമീറ്റർ അകലെയുള്ള മുണ്ടക്കൈ എന്ന പ്രദേശത്തേക്ക് അടിച്ചു കയറി. ആ അടിച്ചുകയറൽ ഒരിക്കലും മറക്കാനും വായിക്കാനും കഴിയാത്ത മുറിവുകൾക്ക് തിരികൊളുത്താനായിരുന്നു. ഇരുളിൽ വെള്ളം മറിയുന്ന ശബ്ദത്തെ തിരിച്ചറിഞ്ഞ് പലരും വനത്തിലേക്ക് ഓടിക്കയറി. പലരും എങ്ങോട്ടൊന്നുമില്ലാതെ ചിതറിയോടി. ആരൊക്കെ വിളിക്കണമെന്നറിയില്ല. എല്ലാവരും വേണ്ടപ്പെട്ടവർ മാത്രം, ഉറ്റവരും ഉടയവരും മാത്രം. ബന്ധങ്ങൾക്കപ്പുറം സഹപാഠികൾ, അയൽവാസികൾ, കളിക്കൂട്ടുകാർ, അങ്ങനെ പലരുമായിരുന്നു അവർ. ചിന്തിക്കും മുമ്പേ വെള്ളം അടിച്ചു വീശി. വെള്ളം മാത്രമല്ല, കല്ലും പാറയും മണ്ണും ചളിയും. തിളങ്ങി നിന്ന കണ്ണുകളെ അത് അന്ധമാക്കി. ചേർത്ത് പിടിച്ച കുഞ്ഞു കരങ്ങളെ വിദൂരത്തേക്ക് അവ കൊണ്ടുപോയി. രാത്രിയുടെ നിശ്ചലതയിൽ ഒരു നാട് ഉറക്കെ ഉറവിളിഞ്ഞു തകർന്നു. ഇനി എന്ത് എന്ന് പലർക്കു മുമ്പിലും ഒരു ചോദ്യചിഹ്നമായി നിന്നു. പ്രഭാതത്തിൽ കേരളത്തെ കാത്തിരിക്കുന്നത് ദുഃഖകരമായ വാർത്തയായിരുന്നു. ബന്ധങ്ങളെ തേടി പലരും ഫോൺ വിളിച്ചു, പക്ഷെ എടുക്കുന്നില്ല. ഉറ്റാരെ തേടി ദുരന്തഭൂമിയിലൂടെ പലരും നടന്നു. ഇല്ല, ഒരു രക്ഷയുമില്ല. മുണ്ടക്കൈ ദുരന്തം ലോകം തന്നെ ഏറ്റെടുത്തു. പത്രമാധ്യമങ്ങളിലും ടിവിയിലും ദുരന്തം തെളിഞ്ഞു നിന്നു. ദുരന്തത്തെ അപലപിച്ച് പല നേതാക്കന്മാരും മുന്നോട്ട് വന്നു. പലരും ദുഃഖത്തിൽ പങ്കുചേർന്നു. എല്ലാവർക്കും മുമ്പിലും ഒരേ ഒരു ചോദ്യം: ഇനി എന്ത്? ആരിറങ്ങും രക്ഷാപ്രവർത്തനത്തിന്? ഒരു കുടുംബമോ ഒരു വീടോ അല്ല തകർന്നിരിക്കുന്നത്, ഒരു നാട് മുഴുവനാണ്. രക്ഷാപ്രവർത്തനം മതിയായ പ്രവർത്തകരോ മതിയായ സാമഗ്രികളോ മതിയാവുമോ? ഉന്നതർ അങ്ങനെ ചിന്തിച്ചിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അതിനു മുമ്പേ അവർ ഇറങ്ങി. ഉറ്റവരല്ല, ഉടയവരല്ല, പക്ഷെ ഒന്നാണ്. ഞാനും അവരും ജനിച്ചു വീണത് ഈ കേരളത്തിന്റെ മണ്ണിലാണ്. ഈ മണ്ണാണ് ഞങ്ങളുടെ അമ്മ, അപ്പോൾ അവർ ഞങ്ങളുടെ സഹോദരർ. പലരും ദുരന്തത്തെ കേട്ടറിയുന്നതിന് മുമ്പേ കേരളം വയനാട്ടിലേക്ക് തിരിച്ചു. രക്ഷാപ്രവർത്തനവും ആരംഭിച്ചു. ആകെയുള്ള പാലം തകർന്നതിനാൽ തടികൾ കൊണ്ടുള്ള താൽക്കാലിക പാലം നിർമ്മിച്ചു. എന്നാൽ രക്ഷാദൗത്യത്തിന് മതിയായ സേവനം ഈ പാലം ഉണ്ടാവില്ല എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ബെയിലി പാലം നിർമ്മിക്കാൻ കരസേനയുടെ മദ്രാസ് എഞ്ചിനീയറിംഗ് ഗ്രൂപ്പിലെ 70 അംഗ സംഘം എത്തി നിർമ്മാണം ആരംഭിച്ചു. അപ്പോഴേക്കും അവർക്ക് വേണ്ടിയുള്ള സഹായങ്ങൾ ഓൺലൈനായിട്ട് തുടങ്ങിയിരുന്നു. കേരളം ഇതുവരെ കാണാത്ത ഒരു ദുരന്തത്തിനായിരുന്നു ജൂലൈ 30, 2024 വയനാട് സാക്ഷിയായത്. അമ്മയെ നഷ്ടപ്പെട്ടവർ, അച്ഛനില്ലാത്തവർ, ബന്ധങ്ങളെ ഇല്ലാത്തവർ, തന്റെ വിദ്യാർത്ഥികളും നഷ്ടപ്പെട്ട് വിരുമ്പിക്കറിയുന്ന ഉണ്ണിമാഷിന്റെ ഓർമ്മകളും, കൊമ്പനാനയ്ക്ക് മുമ്പിൽ നിസ്സഹായതയോടെ നിന്ന അമ്മയും, ഉടമയെ തേടി അലയുന്ന മിണ്ടാപ്രാണികളും എല്ലാം നമുക്കിന്ന് കണ്ണീരോർമ്മയാണ്. ഒരുപാട് വേദനിച്ചിട്ടുണ്ടാവാം, ഒരിറ്റി ശ്വാസത്തിനായി കേടു കരഞ്ഞിട്ടുണ്ടാവാം. ഹൃദയം വേദനിക്കുന്ന എത്ര കുടുംബങ്ങൾ ഇനിയും. നമ്മെ പോലെ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടുറങ്ങിയവരാണ് അവർ. ഒരുപാട് പ്രതീക്ഷയോടെ നേരം പുലരാൻ വേണ്ടി കാത്തിരുന്നവർ. അവർ പലരും നമുക്കിന്ന് കാണാമറയത്താണ്. മതവും ജാതിയുമല്ല ലോകമേ, മനുഷ്യത്വമാണ് വലുതെന്ന് കേരളം വീണ്ടും ലോകത്തിന് മുമ്പിൽ തെളിയിച്ചു. എത്രയൊക്കെ വേദനകൾ ഉണ്ടെങ്കിലും ഇതും നമ്മൾ അതിജീവിക്കുക തന്നെ ചെയ്യും. ജൂലൈ 30, 2024 പുലർച്ചെ 12:45 വെള്ളാർമല പുഞ്ചിരിമട്ടത്ത് ആദ്യ ഉരുൾപൊട്ടലുണ്ടായത്.